ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഒരു സ്പെഷ്യൽ മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഓയിലോ കുഞ്ഞുള്ളിയോ വെളുത്തുള്ളിയോ സവാളയോ ഇഞ്ചിയോ തക്കാളിയോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല. ഇതൊന്നും ചേർക്കാതുള്ളൊരു മീൻ കറിയാണ്. പക്ഷേങ്കിൽ ഇതെല്ലാം ചേർത്തുണ്ടാക്കുന്ന മീൻ കറിയേക്കാളും ടേസ്റ്റിയുമാണ്. വളരെ എളുപ്പവുമാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലേക്കുള്ള ഓള് തന്നെ അമർത്താൻ മറക്കല്ലേ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. വായോ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂണൊക്കെ കാശ്മീരി ചില്ലിയും ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെയും ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. ചട്ടി ആയതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് ഫ്ലെയിം ഒന്നും കൂട്ടി വെക്കരുത്. പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ച് പൊടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വെച്ചേക്കണേ. നന്നായിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം. പൊടികളുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അത് ഒരു പ്രത്യേകം നമ്മൾ ആദ്യമുള്ള കളറിൽ നിന്ന് ഒരു ചെറിയൊരു കളർ വ്യത്യാസം വരും കേട്ടോ. ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു നെല്ലിക്ക സൈസ് വലുപ്പത്തിനുള്ള ഒരു പുളി എടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ അടിപൊളിയായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മളിങ്ങനെ ഒന്ന് തിളപ്പിക്കുമ്പോഴേക്കും എന്തെങ്കിലും പൊടികളുടെ പച്ചമണം എന്തെങ്കിലും മാറാനുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും സെറ്റ് ആയിക്കോളും. പിന്നെ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചിട്ടൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ. ഇതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് ഒന്നങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. തേങ്ങയുടെ 2ാം പാലാണ് കേട്ടോ ചേർക്കുന്നത്. ഞാനൊരു തേങ്ങയുടെ പകുതി ഭാഗം ഫുള്ളൊന്ന് ചിരകി എടുത്തിട്ട് അതിൻ്റെ പാലെടുത്തതാണ്. ഏകദേശം ഒരു 2 കപ്പോളം വരും കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഞാനിതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളവും കൂടെ നമ്മുടെ സാധാരണ പച്ചവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ കറി ഇതിലേക്ക് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതൊന്നും ചേർത്തിട്ടില്ലെന്ന് കണ്ടാൽ പറയില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഒന്ന് നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം കൊണ്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണിലും താഴെയായിട്ട് ഉലുവ പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളയ്ക്കുന്നതിന് മുന്നേ മീനൊന്നും ചേർക്കരുത്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അയലയാണ് എടുത്തേക്കുന്നത്. മത്തിയിലും അയലയിലും ഒക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഏത് മീനിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. പക്ഷേങ്കിൽ അയലയിലും മത്തിയിലൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. വീണ്ടും മീനെല്ലാം ചേർത്തിട്ട് ജസ്റ്റ് വളരെ പതിയെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ഒന്ന് മതിയാവും മീനൊക്കെ വെന്ത് വരാൻ. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അവിടെ നിന്ന് വേവട്ടെ. ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. മീൻ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. കണ്ടോ ജസ്റ്റ് പതിയെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരുപാട് ബലം കൊടുത്ത് മിക്സാക്കി കഴിഞ്ഞാൽ മീനൊക്കെ പൊടിഞ്ഞു പോവും. ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള 1ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഈ 1ാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് പതിയെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം.
നമ്മൾ ഈ സവാളയും തക്കാളി ഇതൊന്നും ചേർക്കുന്നില്ലെങ്കിലും ഈ കറി ഉണ്ടല്ലോ നല്ല തിക്കായിട്ടാണ് കിട്ടുന്നത്. കണ്ട ജസ്റ്റ് ഒന്ന് മിക്സാക്കി ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. ഒരുപാടിട്ട് തിളപ്പിക്കരുത്. കാര്യം ഒന്നാം പാല് ചേർത്തേക്കുന്നത് തന്നെ ഒരുപാട് നേരിട്ട് തിളപ്പിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. കണ്ട ചെറുതായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നാടൻ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകം ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. കണ്ടോ കറി എന്ത് തിക്കായിട്ടാണുള്ളതെന്ന്. അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം ചൂട് മാറിയിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ കറി കണ്ടോ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ എണ്ണ പോലെ കാണുന്നതൊന്നും ഞാൻ എണ്ണയൊന്നും ഒഴിച്ചതൊന്നും അല്ല കേട്ടോ. ഇത് ആ തേങ്ങാപ്പാലിൽ നിന്ന് വന്നതാണ്. നല്ല പൊള്ളി ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇതിന് അഡിക്റ്റ് ആവും. സ്ഥിരമായിട്ട് നിങ്ങളിത് ഉണ്ടാക്കുകയും ചെയ്യും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇത് ചൂട് ചോറിൻ്റെ കൂടെ നമുക്കങ്ങോട്ട് ഒഴിച്ച് കഴിച്ചാലോ. ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു മീൻ കറിയും ഇനി സൈഡിൽ വല്ല അവിയലോ തോരനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ചേർന്ന് കഴിച്ച് നോക്കൂ, പൊളിയാണ്. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.